രണ്ട് സംഖ്യകളുടെ ശരാശരി 11.5, അവയുടെ വ്യത്യാസം 11.5. വലിയ സംഖ്യ ഹരിക്കണം ചെറിയ സംഖ്യ എത്രയെന്ന് കാണുക. ഇത് 6/7/24 നടന്ന UPSC പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ രണ്ട് സംഖ്യകളാണ്. നമ്മൾ ആ രണ്ട് സംഖ്യകൾ എക്സും വൈയും വിചാരിക്കുക. രണ്ട് സംഖ്യകൾ എക്സും വൈയും. ശരാശരി പറഞ്ഞാൽ നമുക്ക് അറിയും. ആവറേജ് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. ശരാശരി അല്ലെങ്കിൽ ആവറേജ് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ x+y/2 എത്രയാണ്? 11.5. ഇതിന്ന് /2 അങ്ങോട്ട് എടുക്കുമ്പോൾ /2 വലത്തോട്ട് സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുമ്പോൾ × 2 ആവും. അപ്പോൾ x+y = 11.5 × 2. x+y = 11.5 × 2 പറഞ്ഞാൽ 23 വരും. കാരണം 11 × 2 22. പിന്നെ ഈ 0.5 പറഞ്ഞാൽ അര × 2 1. ആ 22 ഒന്നും കൂട്ടി 23. x+y 23 എന്ന് കിട്ടി. അടുത്തത് സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 11.5. സംഖ്യകളുടെ വ്യത്യാസം അതായത് കുറയ്ക്കുക. x - y = 11.5. നമുക്ക് രണ്ട് സമവാക്യം കിട്ടി. ഈ രണ്ട് സമവാക്യം കൂടി നിർദ്ധാരണം ചെയ്യുക. രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യുക. അതായത് ആദ്യത്തെ ഇക്വേഷൻ മുകളിൽ എഴുതി x+y = 23. അടുത്ത ഇക്വേഷൻ താഴെ എഴുതി x - y = 11.5. രണ്ട് സമവാക്യം കൂടി നമ്മൾ കൂട്ടുക. രണ്ടും കൂടി ആഡ് ചെയ്യുക. ഒരു എക്സും കൂട്ടിയാൽ 2x. പോസിറ്റീവ് y നെഗറ്റീവ് y കൂട്ടിയാൽ 0 ആയി പോയി. പോസിറ്റീവ് y നെഗറ്റീവ് y കൂട്ടിയാൽ 0 ആയി. അപ്പോൾ 2x = 23 11 34.5 വരും. 23 10 33 34.5. 2x = 34.5. x = 34.5/2 × 2 കൂടെ വരുമ്പോൾ /2 ആവും. ഹരിക്കുമ്പോൾ 17 2 34 0.8 5 2 2 4 ശിഷ്ടം 1. ആ 1ൻ്റെ കൂടെ 0 ചേർക്കുമ്പോൾ 10 2 10 17.25 വരും എക്സിൻ്റെ വില. ഇനി നമ്മൾ ഈ ഇക്വേഷൻ എഴുതി വില കൊടുക്കുക. x+y = 23. ഈ സമവാക്യം എടുത്ത് എഴുതി x+y = 23. അതിൽ എക്സിൻ്റെ വില നമ്മൾ കൊടുക്കുക. എത്രയാണ്? 17.25 + y = 23. y എങ്ങനെ കാണുക? 17.25 വലത്തോട്ട് എടുക്കുക. 17.25 സമത്തിന് വലത്തോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം എന്നാവും. അപ്പോൾ y = 23 17.25 കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കുക? നമ്മൾ 23.00 നടണം. എന്നാലേ അടിയിൽ 17.25 എഴുതി ശരിയായി കുറയ്ക്കാൻ പറ്റുള്ളൂ. കുറയ്ക്കുമ്പോൾ 5 5 10 1 7 2 10 1 5 6 7 13 5.75 എന്ന് കിട്ടും y. അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകളും കിട്ടി. x എത്ര കിട്ടി? 17.25. y എത്ര കിട്ടി? 5.75. ഇതിലേതാ വലുത്? 17.25. ചെറുത് 5.75. നമ്മുടെ ചോദ്യം എന്താ? വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കണം. അപ്പോൾ 17.25/5.75. അംശത്തിലും ഛേദത്തിലും ദശാംശങ്ങളുടെ എണ്ണം തുല്യമാണ്. അംശത്തിലും ഛേദത്തിലും ദശാംശങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ നമുക്ക് ദശാംശം ഒഴിവാക്കാം. അപ്പോൾ എന്ത് വരും? 1725/575 ഹരിക്കുമ്പോൾ നമുക്ക് കൃത്യം 3 എന്ന് കിട്ടും. 575നെ 3 കൊണ്ട് ഗുണിച്ചാൽ 1725 കിട്ടും. ഉത്തരം 3.